കൊല്ലം കൊട്ടിയം മൈലാപ്പൂരിൽ യുവാവിനെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉമേനല്ലൂർ സ്വദേശി റിയാസിനെയാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ഉമേനല്ലൂർ സ്വദേശി റിയാസിനാണ് ഈ പൊള്ളലേറ്റ നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇയാൾ പൊള്ളലേറ്റ് കിടന്ന സ്ഥലത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്കും തീ പിടിച്ചിട്ടുണ്ട്. ഈ റിയാസിന് പ്രദേശവാസികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറെ നാളുകളായി ഇയാൾ നാട്ടിലില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ തിരികെ എത്തിയത്. സ്വയം അയാൾ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. എന്തായാലും റിയാസിന്റെ വിശദമൊഴി രേഖപ്പെടുത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ എന്നാണ് സംഭവം അന്വേഷിക്കുന്ന കൊട്ടിയം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും റിയാസിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഗീത. ശരി ഷമീർ, കൊല്ലം കൊട്ടിയം മൈലാപ്പൂരിലാണ് യുവാവിനെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്.